ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു അടിപൊളി ഡേറ്റ്സ് അച്ചാറുണ്ടാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി രുചികരമായ ഒരു ഡേറ്റ്സ് അച്ചാർ. അപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഡേറ്റ്സ് അഥവാ ഈന്തപ്പഴം, അത് നമ്മൾ കുരുവെല്ലാം മാറ്റി കൈകൊണ്ട് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ കുനുകുനീന്ന് അരിയാം. ഇഞ്ചി കുനുകുനീന്ന് നീളത്തിൽ അരിയുന്നതായിരിക്കും നല്ലത്. വെളുത്തുള്ളിയും അതുപോലെ നീളത്തിൽ അരിയുക. പച്ചമുളക് നന്നായിട്ട് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഈ അച്ചാറിന് ആവശ്യമായ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് വെല്ലം പാവ് കാച്ചുക എന്നുള്ളത്. അതിനുവേണ്ടി നമുക്കൊരു 2-3 കഷ്ണം വെല്ലം എടുത്ത് ഒരു 1 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കുക. അതൊന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. താളിപ്പിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ, ഏത് എണ്ണയാണോ അച്ചാറിന് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഉലുവ കൂടി ചേർത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വറമുളക് 2-3 അതിനെ അങ്ങോട്ട് പൊട്ടിച്ച് അതിലിട്ട് 2-3 കറിവേപ്പില വാരി വിതറിയ ശേഷം ഒരു നൊട്ട പുളി കലക്കി വെച്ചിരിക്കുന്ന വെള്ളം, അത് ഏകദേശം ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ പുളി കലക്കി വെച്ചിട്ടുണ്ട്. ആ പുളി പിഴിഞ്ഞങ്ങോട്ട് അതിലേക്ക് ഒഴിക്കുക. ശേഷം 1.5 സ്പൂണ് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കല്ലുപ്പ് വാരി വിതറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിട്ടിരിക്കുന്ന മുളകൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഡേറ്റ്സ്, അത് മാറ്റി വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കാച്ചി വെച്ചിരിക്കുന്ന വെല്ലപ്പാവ് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായി തിളയ്ക്കാൻ വയ്ക്കണം. ഒരുവിധം ഒന്ന് കുറുകുന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി ആയി. അപ്പോൾ എത്രത്തോളം കുറുക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ഒരു ബോട്ടിലാക്കി കാലങ്ങളോളം എടുത്ത് വയ്ക്കാം. അതിനു മുമ്പ് നമ്മൾ ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് സൊർക്ക അഥവാ വിനാഗിരി കൂടി ഒരല്പം ഒരു സ്പൂണ് ചേർത്താൽ മതിയാവും. ആ 1 സ്പൂണ് ചേർത്ത് കഴിഞ്ഞാൽ കുറേ ദിവസം ഈ അച്ചാർ നമുക്ക് എടുത്ത് വെച്ച് കുറച്ചായിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക്